നമസ്തേ. നമ്മുടെ അങ്കമാലിലെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും നടക്കാനൊക്കെ വലിയ ഒരു ഗംഭീര സ്ഥലമുണ്ട് കേട്ടോ. അധികം ആൾക്കാർ കുറേ പേർക്കൊന്നും അറിയില്ല, പക്ഷേ ഈ ഭാഗത്തുള്ള അങ്കമാലി ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. ഞാനും കുറച്ച് നാളായുള്ള ഇങ്ങനൊരു സ്ഥലത്ത് പറ്റി അറിഞ്ഞിട്ട് ആ സ്ഥലം കാണിച്ചു തരാം. ശരിക്കും നമ്മുടെ കോതകുളങ്ങര അമ്പലമില്ലേ, കോതകുളങ്ങര അമ്പലത്തിൻ്റെ മുൻവശത്ത്, അതായത് നമ്മൾ NH വരുമ്പോൾ കാണുന്നത്, NH കൂടെ പോകുമ്പോൾ കാണുന്നത് അങ്കമാലി കോതകുളങ്ങര അമ്പലത്തിൻ്റെ പുറകുവശമാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുൻവശത്ത് നേരെ നടന്നു കഴിഞ്ഞാൽ ഒരു ലേക്ക് പോലെ ലേക്ക് എത്തും. ആ ലേക്കിൻ്റെ അങ്ങേ സൈഡിൽ ഒരു അമ്പലമാണ് വെമ്പിളി മഹാദേവ ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാട്ടോ ഈ സ്ഥലം. ഞങ്ങൾ 1-2 ഷോർട്ട് വീഡിയോ ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കാം. അവിടെ ആ കാണുന്നതാണ് വെമ്പിളിയം മഹാദേവ ക്ഷേത്രം. വെമ്പിളിയം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ ആരിലാണ്. ഇതിവിടെ ഇങ്ങനെ വലിയൊരു പാറയാണ് കേട്ടോ. ചെറിയൊരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ കല്യാണ ആൽബമൊക്കെ പിടിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാട്ടോ അത്. ഒരു ചേട്ടൻ വലയിട്ടുണ്ടെന്നാണ്, വല വലിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഇവിടേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കോതകുളങ്ങര അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നു വന്നിട്ട് നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആ വഴി നേരെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഈ വഴി നേരെ കാണുന്നത് കോതകുളങ്ങര അമ്പലം കേട്ടോ. വന്ന് ചേർന്ന് ഇവിടെയാണ്. ഇവിടെ നമ്മൾ വലത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ വെമ്പിളി അമ്പലം. നമ്മളിപ്പോൾ അങ്ങടേക്ക് പോയാൽ പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി കങ്ങടേക്കും കൂടി നടക്കാം. ഈ പറഞ്ഞൊരു 3 കിലോമീറ്ററൊക്കെ നടക്കാൻ തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരം പോവും, നടക്കുകയും ചെയ്യാം. നല്ല സ്ഥലമുണ്ടോ. ആ ബിൽഡിങ് നമ്മുടെ അങ്ങാടിക്കടവിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ആ ബിൽഡിങ്ങാണേ. അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് പടുപുഴ ഭഗവതി ക്ഷേത്രം വരുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് പടുപുഴ അമ്പലത്തിൻ്റെ. 4 പേര് വന്നു നോക്കി. എന്താണ് 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 എവിടെ വീടാച്ചനെ പിന്നെ. അപ്പം അങ്ങനെ ഈ വീഡിയോ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ.
ഞങ്ങളപ്പോൾ എല്ലാവരും കൂടി വന്നത്. ഞാൻ ഇടയ്ക്ക് പിള്ളേരായിട്ട് ഇവിടെ വരാറുണ്ട് ഇവിടെ. പിന്നെ അല്ലാണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ വരാറുണ്ട്. പിള്ളേരായിട്ട് 2-3 വട്ടം വന്നായിരുന്നു. അപ്പം ശരി, ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.